നരേന്ദ്രമോദി വലപ്പാട് സ്കൂൾ മൈതാനിയിൽ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ വ്യൂഹം എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങും. അതിനുശേഷം റോഡ് മാർഗമായിരിക്കും അദ്ദേഹത്തിന്റെ യാത്ര തൃപ്രയാറിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നോക്ക് കാണാൻ നൂറുകണക്കിന് പേരാണ് വലപ്പാട് സ്കൂൾ മൈതാനിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. മോദി വിളികളുമായി തത്സമയ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ വ്യൂഹമാണ് മലപ്പാട് ഗ്രൗണ്ടിൽ എത്തിയത്. മലപ്പാട് ഗ്രൗണ്ടിലെത്തിയ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിന് BJP നേതാക്കളടക്കം എത്തി സ്വീകരണം നൽകുന്നു. പ്രധാനമന്ത്രി മോദിയെ ഒന്നോക്ക് കാണാൻ നൂറുകണക്കിന് പേർ പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നു. മോദി വിളികളുമായി പ്രവർത്തകർ. ഇതിനുശേഷം അദ്ദേഹം കാർ റോഡ് മാർഗമാണ് തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടുക. 5 മിനിറ്റ് മാത്രമാണ് ഈ ഒരു സന്ദർശനത്തിനായി അദ്ദേഹം എടുക്കുക. 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം തൃപ്രയാറിലേക്ക് എത്തും. മലപ്പാട് നിന്ന് മലപ്പാട് സ്കൂളിലെ ഹെലിപാഡ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി എത്തിയ ഗ്രൗണ്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര ദർശനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിലേതിന് സമാനമായി ഇവിടെയും ഒരുപാട് വിശേഷാൽ പൂജകളിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കും. അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ മീനൂക്കിലടക്കം അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തും ക്ഷേത്ര പരിസരത്തും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. തുറന്ന വാഹനത്തിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. അരുൺ അമർനാഥ് ചേരുന്നു. അരുൺ, പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചോ? ഒപ്പം തന്നെ അദ്ദേഹം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹം പുറത്തേക്കിറങ്ങിയോ? അതെ, പ്രധാനമന്ത്രി പുറത്ത് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മൈതാനത്തെ എലി ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ആരവങ്ങളാണ്. അദ്ദേഹം ഇവരെ അഭിവാദ്യം അർപ്പിക്കുമ്പോഴൊക്കെ ജനങ്ങളുടെ ഒരു പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു. രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രധാനമന്ത്രിയെ കാണാനായി കൂടി നിൽക്കുന്ന 7 മണി മുതലൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ്. പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് ഇവിടുത്തെ ഓരോ വീടുകളിൽ നിന്ന് കൂടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിക്ക് പ്രമുഖർ ചേർന്ന് സ്വീകരണം ഒരുക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയെ അഭിവാദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിവാദ്യം അർപ്പിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്നാണ് തൃപ്രയാറിലെ ക്ഷേത്ര ദർശനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും അയോധ്യയിലെ ഈ 22-ാം തീയതി അയോധ്യ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ രാമക്ഷേത്ര ദർശനം, കേരളത്തിലെ ഒരു രാമക്ഷേത്ര ദർശനം നടത്തുന്നു. അതും തൃശ്ശൂരിൽ എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അത്തരത്തിൽ ഉള്ള ചർച്ചകൾക്കൊക്കെ എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം കൂടി വഴി തുറക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു നിമിഷം ഇപ്പോൾ വലപ്പാട് നിന്ന് പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങളാണ്. ഈ വലപ്പാട് ഹെലിപാഡില് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം എത്തുന്നു. പ്രധാനമന്ത്രി പുറത്തിറങ്ങുന്നു, ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി എന്തായാലും തൃപ്രയാറിലേക്ക് പോവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ വലിയൊരു ആരവം തന്നെയാണ് നമ്മൾ കണ്ടത്. ആൾക്കൂട്ടമുണ്ട്. പ്രധാനമന്ത്രിയെ കാണാൻ രാവിലെ മുതൽ തന്നെ എത്തിയ ജനങ്ങൾ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടത്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഈ ഹെലിപാഡിൽ ലാൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് വരെ കണ്ടുകൊണ്ടിരുന്നത്. സേതു.